സ്വാഗതം. എൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. ഞാൻ തോന്നുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോ ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, എൻ്റെ പേര് കൃഷ്ണപ്രിയ. എന്നെ അറിയാത്തവരാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, എനിക്കറിയില്ല ആരൊക്കെ കാണുമെന്ന്, എങ്കിലും ഞാൻ പറയാം. എൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. ഇതാണ് എൻ്റെ പ്രൊഫൈൽ, ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഞാൻ എൻ്റെ KP ഡയഗ്നോസ്റ്റിക് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ടാണ്. ജൂലൈ 28 തൊട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് പറയാനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷനൊക്കെ ആയിട്ട് പോവായിരുന്നു. കണ്ടന്റ് ക്രിയേഷൻ വെക്കുമ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനറാണ്. ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഔട്ട്ഫിറ്റ് ക്രിയേഷൻസും ഒക്കെയാണ് എൻ്റെ ഈ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കറന്റ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ ഇൻവാലിഡ് ഇൻ ഇന്ത്യ. അതായത് എൻ്റെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് നോക്കുമ്പോൾ, അവരിപ്പോൾ എൻ്റെ റീല് കാണാണ്ട് എനിക്ക് അറിഞ്ഞൂടെ ആരെങ്കിലും നോക്കുന്നുണ്ടെന്ന് അവർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കുമ്പോൾ ഈ അക്കൗണ്ട് ഇൻവാലിഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടായിരിക്കാം കാണാം. അല്ലെങ്കിൽ എൻ്റെ ബയോയില് 0 പോസ്റ്റ് 0 ഫോളോയിങ് 0 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും കാണാം. അതിന്റെ കാരണം ഞാൻ പറയാം. ഞാനിപ്പോൾ എല്ലാ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നവരും ഏറ്റവും വലിയൊരു ഡ്രീം ആയിരിക്കാം അവരുടെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു ബിസിനസ് ആയിട്ട് പോവുക. സെയിം എൻ്റെയും നല്ലൊരു ഡ്രീം എന്ന് തന്നെ പറയാം. ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആലോചനയിലൊരിക്കലായിരുന്നു. അതിനൊരു ട്രയൽ എന്ന് പറയണോണം തന്നെ ഇപ്പോൾ ഓണമൊക്കെ വരികയാണ്. ഓണത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ പോയി മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് അതിപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ സ്റ്റോക്കിലിരിക്കണം എൻ്റെ മെറ്റീരിയൽസ്. ആ ഒരു സ്റ്റേജിലാണ് എൻ്റെ അക്കൗണ്ടിന് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ പറയാം, വിരലിലെണ്ണാവുന്ന കുറച്ച് സാഡിസ്റ്റുകളെന്ന് ഞാൻ പറയും. വിരലിലെണ്ണാവുന്നവരെ തന്നെയുള്ളൂ കേട്ടോ. കുറച്ച് സാഡിസ്റ്റുകൾ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആൻഡ് ഞാൻ എൻ്റെ ഒരു പുതിയ അക്കൗണ്ട് ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനോട് കൊടുക്കാം. പറ്റുകയാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാൻ, എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എങ്ങനെ എൻ്റെ അക്കൗണ്ട് പോയി, ഇത് ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം, കുറേ വിക്ടിംസ് ഉണ്ടായിരിക്കാം. അപ്പം ഞാൻ അതിലൊരു വിക്ടിമായി ഇപ്പോൾ. അപ്പം എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. എൻ്റെ ഈ പ്രൊഫൈൽ കൃഷ്ണപ്രിയ CP എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഇൻസ്റ്റ പ്രൊഫൈൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അറിയുന്നവർ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാവും. പക്ഷേ കഴിഞ്ഞ ജൂൺ ലാസ്റ്റ് വീക്കിലായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോയുടെ ഇതെന്താ വെച്ചാൽ, എനിക്ക് വളരെ മോശമായിട്ട് വൃത്തികെട്ട രീതിയിൽ കുറേ കമൻറ്റ്സ് വന്നു. ആ കമൻറ്റ്സ് വന്നതിനെ തുടർന്ന് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോ ചെയ്യാനിടയായ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ മാരേജ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹമാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ എൻ്റെ മാരേജ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. നല്ല രീതിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് വിരലിലെണ്ണാവുന്ന ഈ ചിലർക്ക് നല്ല രീതിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അനിയനും എന്നെ സ്നേഹിക്കുന്നവർക്കും പ്രൈവറ്റ് DM അവരുടെ പേഴ്സണൽ അക്കൗണ്ട് തന്നെ വന്നിട്ട് ഭയങ്കര രീതിയിൽ ത്രെറ്റണിങ്, തെറി, അശ്ലീല വാക്കുകൾ, ബഹളം വെക്കല് ഒക്കെ ഞാൻ വിട്ടുകളഞ്ഞു. പ്രൈവറ്റ് ആയിട്ടുള്ള മെസ്സേജസ് ആയതുകൊണ്ട് വിട്ടുകളഞ്ഞു. നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പ്രൈവറ്റ് ആയിട്ട് നടക്കുന്നതൊന്നും എനിക്ക് പബ്ലിക്കിലോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല. അങ്ങനെ ഇരിക്കെ കുറച്ചുകൂടി എൻ്റെ ഗ്രോത്ത് എന്നെ കുറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. എൻ്റെ അക്കൗണ്ടിൽ അത്യാവശ്യം ഞാൻ നെഗറ്റീവ് വരുന്ന രീതിയിൽ ഒരു കണ്ടന്റും ഞാൻ ചെയ്തിട്ടില്ല. നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് വരാറില്ല, കാരണം അതിനു വേണ്ടി മാത്രം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് വരാത്തൊരു വ്യക്തിയായ എനിക്ക് ഈ പ്രൈവറ്റ് ഹറാസ്മെന്റ് കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അത് പബ്ലിക്കിലോട്ട് വന്നു. അതായത് ഗൾഫ് കൺട്രിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത്, ഞാൻ അധികം ഡീറ്റെയിൽസ് പറയുന്നില്ല, ഒരു ഫേക്ക് ID ഈ പറയുന്ന സാഡിസ്റ്റുകൾ, ഫേക്ക് ID വേണം, അവർക്ക് മുഖംമൂടി വേണം, അവർക്ക് ഫേക്ക് ID ഇല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പബ്ലിക്കലി വന്ന് എന്നെ എൻ്റെ ഹസ്ബൻഡിനെയും വെച്ച് കുറേ കാര്യങ്ങൾ വൃത്തികേട് പറയലായി. ഭയങ്കര മോശം കമൻറ്റുകളായിട്ടാണ് വന്നത്. അതൊക്കെ അന്നത്തെ ദിവസം ഞാൻ ഡിലീറ്റ് ചെയ്തു. കടിക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെ, അതായത് ഒരു ഗ്രോത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ വന്നത്. ആ ഒരു ഗ്രോത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആ ഒരു നൈറ്റ് ഫുൾ ഇരുന്നിട്ട് ഒരു 10-30ഓളം കമൻറ്റ്സ് ഇട്ടത് മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനിങ്ങനെ വാൺ ചെയ്തു വിട്ടു. അത് കണ്ടത് ഫേക്ക് ID ആണല്ലോ, ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ID ആയിരിക്കണമെന്നില്ല. എൻ്റെ ഒരു അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണത്. അപ്പം അത് ഞാൻ വാൺ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടത്, എൻ്റെ മെസ്സേജസ് കണ്ടത്. തെറിയാണ് എനിക്ക് DM ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ മെസ്സേജ് ആണ്, അപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, നീ ആരാടി, ഞാൻ രണ്ടും കൽപ്പിച്ചാണ്, എന്നെ കൊണ്ട് അറിയാവുന്നവരെ കൊണ്ടൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സ് നിറയ്ക്കും, അങ്ങനെയൊക്കെ ത്രെറ്റണിങ്സ്. ആ സെയിം ടൈം ഞാൻ ഉറങ്ങുന്ന സമയത്ത് വീണ്ടും രാത്രി കിടന്നിട്ട് വീണ്ടും ലോട്ട്സ് ഓഫ് കമൻറ്റ്സ് ഇട്ടു. കമൻറ്റ്സ് ഓക്കെ, കമൻറ്റ്സിന് പുറമെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തതിന് റിപ്ലൈ ആയിട്ടും കമൻറ്റ് പോയേക്കാണ്. ആ ഒരു സ്റ്റേജിൽ ഞാനൊരു വീഡിയോ ചെയ്തു. അതിന് പ്രവോക്കായിട്ട് ഈ സാഡിസ്റ്റുകൾ, ഫേക്ക്
മാസ്ക് വെച്ച സാഡിസ്റ്റുകൾ, അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാത്ത സാഡിസ്റ്റുകൾ എൻ്റെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. അത് റിട്രീവ് ചെയ്തെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞേക്കുന്ന ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റേജാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡിസൈനേഴ്സിൻ്റെയും പോലെ തന്നെ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനിരിക്കുന്ന ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്താമെന്ന് വിചാരിച്ച ഈ ഒരു സ്റ്റേജിലാണ് എൻ്റെ അക്കൗണ്ട് കറന്റ് അൺഅവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് എന്നെ സ്റ്റോക്ക് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് ഇരിക്കുന്ന ഈ സാഡിസ്റ്റ് എൻ്റെ ഈ അക്കൗണ്ട് റിപ്പോർട്ടായ സെക്കൻഡ്സിനുള്ളിൽ തന്നെ എനിക്ക് ഹാർട്ട് മെസ്സേജസും അതിനുശേഷവും ത്രെട്ടണിങ് തുടർന്നു. ലൈക്ക് ഇനി ഇന്റർനാഷണൽ ലെവലിൽ പൂട്ടിച്ചോളാം എൻ്റെ അക്കൗണ്ട്, ഞാൻ നിന്നെയും കൊണ്ട് പോവോ എന്നൊക്കെ. ആൻഡ് അതിനേക്കാളും കൂടെ എക്സ്ട്രാ ഉള്ളൊരു കാര്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എടുക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള ഫോട്ടോ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ നിങ്ങളുടെ അനുവാദം എന്തിനാണ്? സാഡിസ്റ്റുകളെ സ്ട്രഗിളിംഗ് എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തെടുക്കാൻ മാത്രമല്ല സ്ട്രഗിളിങ്, അത്യാവശ്യം ലൈഫിലാണെങ്കിലും സ്ട്രഗിൾ ചെയ്ത് തന്നെ വളർന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണൽ ലൈഫൊന്നും റിവീൽ ആക്കിയിട്ടില്ല, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ പറയാണ്, ആ ഫേക്ക് കോളിലൂടെ എനിക്ക് പറയാനുള്ളത് ഒന്നുമല്ല. എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ മുമ്പായിരുന്നെങ്കിൽ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, അനിയനായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ സെമി പാരലൈസ്ഡ് ആയിട്ട് കിടപ്പിലായിരുന്നു, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് 5 വർഷമായിക്കാണ്. അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്താണ്, നമ്മുടെ ഒരു ഞാനും അനിയനൊന്നും ഒന്നും വരാത്ത സമയത്താണ് അച്ഛൻ ഞങ്ങളെ വിട്ടു പോയത്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ. അങ്ങനെ എനിക്ക് എൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള 2 വ്യക്തികൾ എൻ്റെ എല്ലാ സ്റ്റേജിലും എൻ്റെ കൂടെ ഉണ്ടാകും. മുമ്പാണെങ്കിൽ എൻ്റെ അച്ഛനുണ്ടായിരുന്നു, ഇപ്പോഴും അതിന് പകരം എൻ്റെ ഹസ്ബൻഡ് റീപ്ലേസ്ഡ് ആയിട്ടാണ്. അതായത് ഇവർ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്തിരുന്നത് ഫിനാൻഷ്യലി നമ്മൾ വേക്കേണ്ടിയായിരുന്നു, അത് ഞാൻ പറയാം. കാരണം എൻ്റെ അച്ഛൻ സെമി പാരലൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആൾ കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഇതേപോലെ തന്നെ ആളുടെ ക്രിയേറ്റിവിറ്റീസ് ബാക്കിയുള്ളവരിലോട്ട് എത്തിച്ച ഒരാളായിരുന്നു. ബാക്കിയുള്ളവർക്കും ആ ഒരു കഴിവ് പകർന്നു നൽകിക്കൊണ്ട് ട്രെയിനിങ് ക്യാമ്പ്സ് ഒക്കെ കണ്ടക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി ആരും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടായിക്കൂടാന്നല്ല. ബട്ട് അതാണ് പറയുന്നത്, അങ്ങനെ ഒരു അച്ഛൻ്റെ മകളാണ് ഞാൻ. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഹസ്ബൻഡിൻ്റെ വൈഫാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ നല്ല സ്ട്രഗിളിങ് സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്കിത് എൻ്റെ അനിയനെ വന്ന DM-ലൊക്കെ ഉണ്ടായിരുന്നു, ചോർന്ന് വെച്ച് ചെറ്റക്കുടിയിൽ വളർന്ന് വന്നവളല്ലേ ഞാൻ അഹങ്കാരത്തോടെ കൂടെ പറയുന്നു. അങ്ങനെ വന്നിട്ട് തന്നെയാണ് ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളത്. അല്ലാണ്ട് വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നിട്ട് ഈ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കിയിട്ട് ബ്ലാ അല്ല ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണത്. എനിക്ക് നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവണില്ല. അത് ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ടാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഇപ്പം ഞാനിവിടെ കാണിച്ചു തന്നേക്കുന്നത് എനിക്ക് ഇതൊക്കെ പറ്റും. എൻ്റെ ക്രിയേറ്റിവിറ്റീസ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. അല്ലാണ്ട് നിങ്ങളെപ്പോലെ ഒന്നും ചെയ്യാണ്ട് ഈ ഫേക്ക് ആയിട്ടുള്ള ഐഡിക്ക് പുറമെ ഇരുന്നിട്ട് ഇത്ര സാഡിസ്റ്റ് ആയിട്ട് ഇരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ആൻഡ് മുമ്പ് എൻ്റെ അച്ഛൻ എന്നെ എത്ര സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മ, അനിയനാണ്. അതുപോലെ തന്നെ എൻ്റെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങളെ വെച്ചിട്ടാണ് ഇത്രയും കമൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഫേക്ക് കോളികൾ ഇനിയും എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഫേക്ക് കോളികളെ റിവീൽ ചെയ്യണം. സെയിം ടൈം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനിയും ഈ ഫേക്ക് കോളികൾ വന്നിങ്ങനെ കമൻസ് ഇടും, പക്ഷെ ഞാനിനി റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. പബ്ലിക്കിന് മുമ്പിൽ പബ്ലിക് ന്യൂസൻസ് ആയിട്ട് നിൽക്കുന്ന ഇത്രയും സാഡിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ റിവീൽ ആക്കണം. അതായത് മറ്റുള്ളവരുടെ സന്തോഷത്തും കാണുമ്പോൾ അവർക്ക് വീർപ്പുമുട്ടലാണ്. സെയിം ടൈം മറ്റുള്ളവരുടെ വിഷമം കണ്ട് അവർ ആസ്വദിക്കുകയാണ്. അത്തരത്തിലുള്ള ഫേക്ക് കോളികളൊക്കെ നമ്മൾ റിവീൽ ആക്കണം. ഇതിലോട്ട് എത്താനും കൂടെ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാനൊരു സംരംഭമായിട്ട് സ്റ്റാർട്ട് ചെയ്താലും സെയിം ഇവർ വരും. ഇവർക്ക് തന്നെ സ്റ്റോക്ക് ചെയ്തിരിക്കലാണ്, അതിനുവേണ്ടി മാത്രം അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവരൊരു പ്രത്യേകതര ഹോബി. ഇനി അവർ കമൻസ് ആയിട്ട് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം. എന്നെ പോലെ ഇതുപോലെ അനുഭവിക്കുന്ന എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതുപോലെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ ചുറ്റിലും. അതിലൊരു വ്യക്തിയായി പോയി ഇപ്പം ഞാനും. ഇത്തരത്തിലുള്ള ആൾക്കാർ അവർക്ക് അതിലൂടെ സുഖം കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഇനിയും വരുമ്പോൾ തന്നെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അവർ റിവീൽ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വേറൊരു ആഗ്രഹമാണ്. അതിന് പറ്റാവുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് എന്നെ നല്ല രീതിക്ക് ഞാൻ തുടങ്ങാൻ പോകുന്ന സംരംഭമാണെങ്കിലും അതും എന്നെ മുമ്പ് സപ്പോർട്ട് ചെയ്ത പോലെ ഈ സപ്പോർട്ട് എന്നോട് ഉണ്ടാവണമെന്ന് ഞാൻ പറയാണ് നിങ്ങളോട്. അപ്പോൾ ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ അതേസമയം തന്നെ നന്ദി പറയാണ്. എനിക്ക് ഓരോ കമൻസും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ അവർ കാണുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വിഷമിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് അത്രയ്ക്ക് അധികമാണ്. കോളികൾ അഗെയിൻ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്ത് എന്നെ ഇങ്ങനെ വീണ്ടും കമൻസ് ആയി വരും. ഐ ഡോണ്ട് കെയർ. ഒരു
ഒരു വോയിസ് മെസ്സേജിൽ ഫുൾ എനിക്ക് ഇങ്ങനെ ഐ ഡോണ്ട് കെയർ. അതുപോലെ തന്നെ നിങ്ങളെ ഐ ഡോണ്ട് കെയർ. ഓക്കെ, നമ്മൾ വീണ്ടും അവരുടെ മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം. അത് തന്നെയാണ് അവർക്ക് കിട്ടുന്ന അടി. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനപ്പോൾ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാനിരിക്കുന്നത് ഈ സ്റ്റേജിൽ ഈ ഒരു പ്രശ്നം കിട്ടിയതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. വിഷമത്തിലുപരി എനിക്ക് ദേഷ്യവും വാശിയാണുള്ളത്. അപ്പോൾ അവർ വീണ്ടും ഇങ്ങനെ കമൻസ് ആയിട്ട് വരും. നിങ്ങൾക്ക് ആ കമൻസ് വീണ്ടും എൻ്റെ പ്രൊഫൈലിൽ കാണാം. അവരിങ്ങനെ വരുവാണെങ്കിൽ ലൈക്ക് വീണ്ടും ഫേക്ക് ഐഡീസ് ഉണ്ടാക്കും. ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക, വീണ്ടും ഫേക്ക് കമൻസ് ആയിട്ട് വരാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അവരുടെ റിയൽ ഐഡന്റിറ്റി വരാൻ ഒരിക്കലും പറ്റില്ല. അപ്പം ആ ഒരു സംഭവമാണ് ജൂലൈ 28 തൊട്ട് ഇപ്പം വരെ ഞാൻ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും റിട്രീവ് ചെയ്തെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുവരെ ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ ഈ പേഴ്സണൽ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുവരെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മുമ്പ് എനിക്ക് തന്ന അതേ സപ്പോർട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എനിക്ക് തരണം. ഞാൻ ഇപ്പം തന്നെ വീഡിയോ ചെയ്യാൻ പോണതിന് തൊട്ട് മുമ്പ് ഞാനൊരു കമൻറ്റ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് എന്നെ മിസ് ചെയ്യുന്നു, എന്നെ നേരിട്ട് പരിചയമില്ലാത്ത കുറേ പേര് എന്നെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആ വീഡിയോസ് എനിക്ക് കാണാൻ പറ്റില്ല, എൻ്റെ ഐഡിയാസ് കണ്ടിട്ട് വീഡിയോ ചെയ്യാണ് അങ്ങനെയൊക്കെ വന്നിട്ട് മെസ്സേജസും എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ ഒരു പുതിയ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തു. മുമ്പത്തെ പോലെ റീച്ച് ഒന്നും കിട്ടുന്നില്ല. സ്റ്റിൽ അതിൽ വരുന്ന സപ്പോർട്ടിങ് മെസ്സേജസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ സപ്പോർട്ടെല്ലാം കാണുമ്പോൾ. ഇതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യാം. കാരണം ഇത്തരത്തിലുള്ള സാഡിസ്റ്റുകൾക്ക് മുമ്പിൽ ഞാനെന്നല്ല ഒരു വ്യക്തികളും ഇങ്ങനെ വിക്ടിം ആവാൻ പാടില്ല. ഒന്നുകൂടി മൂവ് ഓൺ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനിത് എടുക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. ഫേക്ക് കോളികളെ എനിക്ക് പുച്ഛം മാത്രം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു, എൻ്റെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.